അപ്പോൾ ഇന്നാണ് പൊന്നുൻ്റെ റിസപ്ഷന് വേണ്ടി അവളുടെ കോസ്റ്റ്യൂം ഒരു ഗൗണാണ്, ഒരു പീച്ച് കളർ ഗൗണ്. അതിൻ്റെ ഇടയിൽ കൂടി ഞങ്ങളും കുറേ സിംഗിൾ ഫോട്ടോസൊക്കെ എടുത്തു. ക്യാമറ ചേട്ടൻ നല്ല ഫ്രണ്ട്ലി ആയതുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തർ സിംഗിൾ ഫോട്ടോസ് നമുക്ക് എടുത്തു തന്നു. പൊന്നുവിൻ്റെ കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ പൊന്നുവിൻ്റെ പപ്പയും അങ്കിളൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് അവിടെ നടക്കുന്നത് അറിയണമല്ലോ. ഓഡിറ്റോറിയത്തിൽ ആളില്ല. ഞങ്ങൾ ഫോട്ടോഷൂട്ടിൻ്റെ കൂടെ ക്ഷേത്രത്തിൽ ഇങ്ങോട്ടേക്ക് വന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് വന്നു. എൻ്റെ വെഡ്ഡിങ് ഗൗൺ തന്നെയായിരുന്നു കേട്ടോ എൻ്റെ കോസ്റ്റ്യൂമും. ഇതാണ് പൊന്നിൻ്റെ അച്ഛനും അമ്മയും. ഞങ്ങൾ പിന്നെ തിരക്കാവും മുന്നേ തന്നെ ആദ്യമേ ഫുഡാൻ വേണ്ടി പോയിരുന്നു. ബിരിയാണിയും പൊറോട്ടയും അപ്പവും അങ്ങനെ ഓൾ സെറ്റായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ അത്യാവശ്യം തിരക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ചെക്കൻ്റെ വീട്ടിൽ നിന്ന് നാളെ കെട്ടിനിടേണ്ട ഡ്രസ്സുമായിട്ട് ചെക്കൻ്റെ പെങ്ങളും വീട്ടുകാരും വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് വൈറ്റ് ഗൗണായിരുന്നു അവർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ വന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് പോയി. ഇതിനിടയ്ക്ക് ഞങ്ങൾ ക്രിസ്മസൊക്കെ ഒരുപാട് ഫോട്ടോസ് എടുത്തു. ഇത് എനിക്ക് അവിടെ നിന്ന് കിട്ടിയൊരു പുതിയ ഫ്രണ്ടാണ് കേട്ടോ. അവിടുത്തെ ഡെക്കറേഷൻ മൊത്തം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു കേട്ടോ. ഇത് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ഫോട്ടോസൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അവസാനം എല്ലാം കഴിഞ്ഞ് ഓഡിറ്റോറിയം ഖാലിയായി. അവിടെ നേരെ വീട്ടിലേക്ക് വന്നു. ഇതാണ് വീട്ടിൽ വന്നിട്ടുള്ള അവസ്ഥ. അവിടെയുള്ളൊരു ചേച്ചിയുടെ മാരേജിൻ്റെ വീഡിയോ കാണുന്നതാണ്. പണിയുണ്ടായിരുന്നു. എന്തായാലും ഞാൻ അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ബൈ.